ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ വൺ ലൈൻ പറയുകയാണെങ്കിൽ 40 വയസ്സുള്ള ഒരു വ്യവസായി 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയിലൂടെ ഒരു കുട്ടിയെ സ്വന്തമാക്കുന്നു. ചുറ്റുമുള്ളവർ ഇതിനെ തമാശയോടെ നോക്കിക്കണ്ടെങ്കിലും അദ്ദേഹം ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്തു, അതിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതുമാണ് ഈ സിനിമയുടെ കഥ. ഈ കഥ കേൾക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഹൈപ്പ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആ പിന്തുണ എനിക്ക് വളരെ വലിയൊരു സഹായമായിരിക്കും. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പണക്കാരനാണ് വിശ്വനാഥൻ. ഇദ്ദേഹത്തിന്റെ പക്കൽ ധാരാളം പണമുണ്ടായിരുന്നെങ്കിലും സ്പോർട്സിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നതിനാൽ ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. എന്നാൽ വിശ്വനാഥൻ ഈ മത്സരത്തിൽ ജയിക്കരുത് എന്നതിനായി ആരോ അദ്ദേഹത്തിന്റെ തോക്ക് തല്ലി തകർക്കുന്നു. ഈ സമയം മത്സരത്തിനുള്ള സമയമാവുകയും ചെയ്തു. ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാകുന്നു. അപ്പോഴാണ് വിശ്വനാഥന്റെ അച്ഛൻ ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. നമ്മുടെ ഒരു സാധനം കേടുവരികയോ തകരുകയോ ചെയ്താൽ ഉടൻ തന്നെ അത് എറിഞ്ഞു കളയരുത്, അത് ശരിയാക്കി വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്ന കാര്യം ചെറുപ്പത്തിലെ വിശ്വനാഥനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം ഓർത്ത് വിശ്വനാഥൻ സ്വന്തം തോക്ക് സ്വയം നന്നാക്കി മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്യുന്നു. മകൻ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാകുന്നു. കാരണം ചെറുപ്പത്തിലെ വിശ്വയുടെ അച്ഛൻ മരിച്ചിരുന്നു. പൂർണ്ണമായും അമ്മയുടെ പരിചരണത്തിലാണ് അവൻ വളർന്നത്. അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും മകനെ എങ്ങനെ വളർത്തണമെന്ന് അമ്മ കൃത്യമായി പഠിപ്പിച്ചാണ് വളർത്തിയത്. എന്നാൽ വിശ്വയുടെ അമ്മയ്ക്ക് ഒരേ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഈ തറവാട്ടിന് ഒരു അവകാശം ഇല്ലല്ലോ എന്ന് അവർക്ക് വലിയ വിഷമമായിരുന്നു. കാരണം മകന് 40 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണ്. അമ്മ എത്രയോ തവണ എനിക്കായി ഒരു കല്യാണം കഴിക്കും മകനെ എന്ന് പറഞ്ഞെങ്കിലും ഇല്ല അമ്മേ, എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല എന്ന് ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. തന്റെ അവസാന കാലത്ത് കൊച്ചുമക്കളെ കൊഞ്ചിച്ച് ജീവിതം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹത്തിലായിരുന്നു അമ്മ. എങ്കിലും വിശ്വ അതിന് സമ്മതിച്ചില്ല. ആ സമയത്താണ് അമ്മക്ക് സുഖമില്ലാതെയാകുന്നത്. ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അമ്മയുടെ ഹൃദയത്തിന് ചെറിയ പ്രശ്നമുണ്ടെന്നും BP വളരെ കൂടുതലാണെന്നും അറിയുന്നു. ഇങ്ങനെ വീട്ടിൽ അവസ്ഥ മോശമാകുമെന്നതിനാൽ സർജറിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. എന്നാൽ സർജറി ചെയ്താലും ഈ വയസ്സിൽ അമ്മയ്ക്ക് ഇത്തരം ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുന്നു. എന്തിനാണ് ഈ വയസ്സിൽ നിങ്ങൾക്ക് ഇത്രയും ടെൻഷനും സങ്കടവും എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആ ഒരു സങ്കടമാണ് എനിക്ക് എന്ന് അമ്മ പറയുന്നു. അപ്പോൾ ഡോക്ടർ വിഷയോട് പറയുന്നു, ഇവിടെ നോക്കൂ, സർജറി ചെയ്താലും അമ്മയുടെ ആരോഗ്യം പിന്നീട് നന്നായിരിക്കേണ്ടത് നിങ്ങളുടെ കൈകളിലാണ്. ഈ പ്രായത്തിലാണ് അവർ സന്തോഷത്തോടെ ഇരിക്കേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് കല്യാണമായിട്ടില്ല, കുട്ടികളില്ല എന്നോർത്ത് അവർ വിഷമിക്കുകയാണ്. അതിനായിട്ടെങ്കിലും നിങ്ങൾക്കൊരു കല്യാണം കഴിച്ചൂടെ? കൂടാതെ ഡോക്ടർക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടി ഫോറിനിലുണ്ടെന്നും അവളും ഡോക്ടറാണെന്നും രണ്ടുപേരുടെയും പൊരുത്തം നന്നായിരിക്കുമെന്നും പറഞ്ഞ് ഡോക്ടർ തന്നെ ഒരു ആലോചന കൊണ്ടുവരുന്നു. വിഷയം ശരി, ആ പെൺകുട്ടിയുടെ നമ്പർ അയച്ചു തരൂ, ഞാൻ സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നമ്പർ വാങ്ങി സംസാരിക്കാൻ തുടങ്ങുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ആ പെൺകുട്ടിയും വിശ്വയും നല്ല അടുപ്പത്തിലാകുന്നു. പെൺകുട്ടി വിദേശത്തായതിനാൽ വിശ്വ അടിക്കടി വിദേശത്ത് പോയി വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. പെട്ടെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വലിയ വാർത്തകൾ വരുന്നു. വിശ്വനാഥൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വന്നു എന്ന് കരുതിയെങ്കിൽ തെറ്റി. എയർപോർട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നു. വിശ്വനാഥന്റെ കയ്യിലുള്ള കുട്ടി ആരുടേതാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരേ ഒരു മറുപടി ഇതെന്റെ മകനാണ് എന്നായിരുന്നു. എന്താണ് സർ പറയുന്നത്, നിങ്ങളുടെ മകനോ? അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് അമ്മയില്ല, ഞാൻ വാടക ഗർഭധാരണത്തിലൂടെ സ്വന്തമാക്കിയ കുട്ടിയാണിത്. ഇനി മേലാൽ എനിക്ക് കുട്ടികളില്ല, അവകാശികളില്ല എന്നാരും പറയില്ല. എന്റെ തറവാട്ടിനും ഒരു അവകാശി എത്തിപ്പോയി എന്ന് വിശ്വ പറയുന്നു. ഇത് കേട്ട ഉടൻ അമ്മയ്ക്ക് വലിയ ആഘാതമായി. എന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? നിനക്കൊരു കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയിലൂടെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് കരുതിയപ്പോൾ എവിടെയോ ഉള്ള ഒരു വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി നിന്റെ ജീവിതം എങ്ങനെ സന്തോഷമുള്ളതാകും? ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചോ എന്ന് അമ്മ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും കുട്ടിയുടെ മുഖം കണ്ട ഉടൻ അമ്മക്ക് ചെറിയൊരു സന്തോഷം തോന്നി. തറവാട്ടിന് അവകാശമില്ല എന്ന് വിഷമിച്ചിരുന്ന അമ്മയ്ക്ക് മകൻ ഏത് വഴിയിലൂടെയാണെങ്കിലും ഇങ്ങനെ ചെയ്തതിൽ ഒരു വശത്ത് സങ്കടമുണ്ടെങ്കിലും സന്തോഷവും ഉണ്ടായിരുന്നു. വിശ്വയുടെ അമ്മ ആ കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഈ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അമ്മ ആഗ്രഹിച്ചതുപോലെ വിശ്വയ്ക്ക് ഒരു കുഞ്ഞും പിറന്നു എന്ന് കരുതുമ്പോഴാണ് അവിടെ വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. പെട്ടെന്ന് ആ കുട്ടിക്ക് സുഖമില്ലാതെയാവുകയും രക്തം ഛർദ്ദിക്കുകയും ചെയ്യുന്നു. കുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് പരിശോധിച്ചപ്പോഴാണ് കുട്ടിക്ക് അസ്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു അപൂർവ രോഗമുണ്ടെന്ന് അറിയുന്നത്. ഈ രോഗം മാറ്റണമെങ്കിൽ തീർച്ചയായും ഒരു ഡോണർ വേണം. ആ ദാതാവ് ഒന്നുകിൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കണം.
മറ്റാരുമാകാം, എങ്കിലും സ്വന്തം രക്തമായാൽ കുട്ടിയുടെ ജീവന് കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഉടൻ തന്നെ വിശ്വനാഥന് അസ്ഥിദാനം ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ രക്തം പരിശോധിച്ചപ്പോൾ പോസിബിലിറ്റി വളരെ കുറവായിരുന്നു. എന്നാൽ കുട്ടിയുടെ അമ്മയെ കണ്ടെത്തിയാൽ ആ അമ്മയിലൂടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ നിഗമനത്തിലെത്തുന്നു. ഇനി വേറെ വഴിയില്ല. കുട്ടിയുടെ അമ്മയെ കണ്ടെത്തി അവരുടെ സഹായത്തോടെ സർജറി ചെയ്താൽ മാത്രമേ കുട്ടി ജീവനോടെ ഇരിക്കൂ എന്ന് പറയുന്നു. ഇനി കുട്ടിയുടെ അമ്മയെ തിരഞ്ഞു പിടിക്കണം എന്ന് വിശ്വനാഥൻ കഠിനമായി ശ്രമിക്കുന്നു. എന്നാൽ ഒരു കുട്ടിക്ക് വാടകഗർഭദാനം നൽകിയ അമ്മയുടെ വിവരങ്ങൾ പുറത്തു പറയുന്നത് നിയമവിരുദ്ധമാണ്. എങ്കിലും തന്റെ സ്വാധീനവും സൗകര്യങ്ങളും ഉപയോഗിച്ച് ആ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന കാര്യം അദ്ദേഹം കണ്ടെത്തുന്നു. അപ്പോഴാണ് അവരുടെ പേര് മാഡി എന്നാണെന്നും അവർ അമേരിക്കയിലാണുള്ളതെന്നും അറിയുന്നത്. ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോയി ആ പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ആ പെൺകുട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും മാഡി മാഡി എന്ന് നിലവിളിക്കുന്നു. ഇതൊരു ഭ്രാന്തന്മാരുടെ കൂട്ടമാണോ എന്ന് വിശ്വനാഥൻ ചുറ്റും നോക്കുമ്പോൾ ആ പെൺകുട്ടി വട്ടത്തരങ്ങൾ കാണിച്ച് കളിച്ച് സന്തോഷത്തോടെ തന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. എന്നാൽ വിശ്വനാഥന് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ട ഉടൻ അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായി. കാരണം ആ പെൺകുട്ടിക്ക് 22 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയിലൂടെയാണോ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കിയത് എന്നോർത്ത് അദ്ദേഹം വലിയ ടെൻഷനിലാകുന്നു. പോരാത്തതിന് ആ പെൺകുട്ടി ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു. അപ്പോഴാണ് വിദേശത്തുള്ള ഡോക്ടറെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. അമ്മയെ പരിശോധിച്ച ഡോക്ടറുടെ സുഹൃത്തായ ഡോക്ടറാണ് ഈ കാര്യങ്ങൾക്കെല്ലാം സഹായിച്ചിരുന്നത്. ആ പെൺകുട്ടി കല്യാണത്തിനല്ല, ഈ ഒരു കാര്യത്തിനാണ് സഹായിച്ചത്. അങ്ങനെ ആ സുഹൃത്തിനെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ, അതെ, നിങ്ങളുടെ സുഹൃത്ത് ഇന്ത്യൻ പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ ഭാഗ്യത്തിന് തമിഴ് പെൺകുട്ടിയെ തന്നെ കിട്ടി. കൂടാതെ വാടക ഗർഭധാരണം എന്നത് എല്ലാ സ്ത്രീകളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. ഒരു നിർബന്ധവുമില്ല. ആ പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ വിശ്വനാഥന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാഡിയുടെ അടുത്ത് പോയി. എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഒരു ഡോണറെ വേണം, അത് അമ്മയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടും എന്ന് ഡോക്ടർമാർ പറയുന്നു. അതിനാൽ നീ എന്റെ കൂടെ വന്ന് കുഞ്ഞിന്റെ സർജറിക്ക് സഹായിക്കണം എന്ന് വിശ്വനാഥൻ പറയുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് കുഞ്ഞിനോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. ഞാൻ വരാം, പക്ഷേ എനിക്ക് പണം മാത്രമാണ് പ്രധാനം. എനിക്ക് $75,000 വേണം, കൂടാതെ യാത്രാ ചെലവുകൾ എല്ലാം നിങ്ങൾ നോക്കണം എന്നീ നിബന്ധനകളോടെ ആ പെൺകുട്ടി വരാൻ സമ്മതിക്കുന്നു. കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടും പണം വേണമെന്ന് സംസാരിക്കുന്ന ഇവളാണോ ഈ കുട്ടിയുടെ അമ്മ എന്ന് വിശ്വനാഥനും വലിയ സംശയം തോന്നുന്നു. എല്ലാ വ്യവസ്ഥകൾക്കും സമ്മതിച്ച് വിശ്വനാഥൻ മാഡിയെയും കൂട്ടി വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ഉടൻ അമ്മ ആ പെൺകുട്ടിയെ കണ്ട് ഞെട്ടിപ്പോകുന്നു. ഇത്ര ചെറിയ പെൺകുട്ടിയാണോ, ഇവളിലൂടെയാണോ നീ കുഞ്ഞിനെ ഉണ്ടാക്കിയത് എന്ന് അമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നു. വീട്ടിലെത്തിയ ഉടൻ മാഡി അല്പം അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. ഇത് കണ്ട് അമ്മക്ക് വലിയ ദേഷ്യം വരുന്നു. കണ്ടോ അവൾ സംസാരിക്കുന്നത്, എവിടെ നിന്നാണ് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അമ്മ ദേഷ്യപ്പെടുന്നു. മാഡി വന്ന ഉടൻ കുട്ടിയെക്കുറിച്ചൊന്നും ചോദിക്കാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. കുട്ടിയെ ഒരു കാര്യമായി പോലും കണക്കാക്കിയില്ല. കാരണം അവളെ സംബന്ധിച്ച് അവളൊരു വാടക ഗർഭധാരണം നടത്തുന്നവൾ മാത്രമാണ്. എന്നാൽ രാത്രി സമയത്ത് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. വിശ്വനാഥിന്റെ അമ്മയാണ് കുട്ടിയെ നോക്കുന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് മാഡി വന്ന് നോക്കുന്നു. ആ സമയത്ത് മാഡി കുട്ടിയെ സമാധാനിപ്പിച്ച് ചിരിപ്പിക്കുന്നു. അപ്പോഴാണ് വിശ്വനാഥന്റെ അമ്മ, എന്തിനാണ് മോളെ നീ ആ കുഞ്ഞിന് ജന്മം നൽകിയത്, നിന്റെ കഥ എന്താണ് എന്ന് ചോദിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഞാൻ അനാഥാലയത്തിലാണ് വളർന്നത്. എനിക്ക് പണത്തിന് വലിയ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ പഠനാവശ്യത്തിനായി കടം വാങ്ങിച്ചിരുന്നു. ആ കടം പലിശയ്ക്ക് മേൽ പലിശയായി വലിയ തുകയായി. ആ സമയത്താണ് വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിനെ നൽകിയാൽ പണം കിട്ടുമെന്ന കാര്യം അറിഞ്ഞത്. അങ്ങനെയാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയത്. അതിനുശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ മകൻ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ ചരിത്ര എന്ന് വളരെ ലളിതമായി മാഡി സംസാരിക്കുന്നു. തനിക്കുള്ളിൽ 1000 കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ മാഡി സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മാഡിയും വിശ്വയുടെ അമ്മയും തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെടുന്നു. മാഡി വിശ്വയുടെ അമ്മയെ പേര് വിളിച്ചാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഈ പെൺകുട്ടിയുടെ അഹങ്കാരം ഇതുവരെ അടങ്ങിയിട്ടില്ല എന്ന് അമ്മ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പണത്തിനായി കഷ്ടപ്പെട്ട ആ പെൺകുട്ടി വിശ്വനാഥന്റെ സൗകര്യങ്ങൾ കാരണം ജീവിതം ആഘോഷിക്കുകയാണ്. എങ്കിലും വിശ്വനാഥൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു. മാഡി, നീ ഈ കുട്ടിയുടെ അമ്മയാണെങ്കിലും ഈ കുട്ടിയുടെ സർജറിക്കായി മാത്രമാണ് ഇവിടെ വന്നത്. സർജറി കഴിഞ്ഞ ഉടൻ നീ ഇവിടെ നിന്ന് പോകണം. കൂടുതൽ അടുപ്പമുണ്ടാക്കേണ്ട, പിന്നീട് നീ തന്നെ വിഷമിക്കും. ഈ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ നടക്കില്ല. നീ നിന്റെ ജോലി നോക്ക്, ഞാൻ എന്റെ ജോലി നോക്കാം എന്ന് വളരെ സാധാരണമായി അദ്ദേഹം പറയുന്നു. മാഡി ഇത് കാര്യമായി എടുത്തില്ല. ശരി, നമ്മൾ കുട്ടിയുടെ സർജറിക്കല്ലേ വന്നത്, നന്നായി ആസ്വദിച്ച് സർജറിയും കഴിഞ്ഞ് തിരിച്ചു പോകാം എന്ന ചിന്തയിലായിരുന്നു അവൾ. അതേസമയം വിശ്വനാഥൻ തന്റെ ജീവനക്കാർക്ക് വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നത് കണ്ട മാഡിക്ക് അദ്ദേഹത്തോട് ഒരു ബഹുമാനം തോന്നുന്നു. ഇവൻ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നു. ആ സമയത്ത് സർജറിയുടെ സമയം അടുത്തു വരുന്നു. മാഡി കുട്ടിക്കായി തന്റെ അസ്ഥിയുടെ ഒരു ഭാഗം ദാനം ചെയ്യുന്നു. സർജറി വിജയകരമായി പൂർത്തിയായി. എങ്കിലും സർജറി കഴിഞ്ഞാലും 2 ആഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടതുണ്ടായിരുന്നു. ആ 2 ആഴ്ച കുട്ടിയെയും മാഡിയെയും നന്നായി നോക്കേണ്ടതുണ്ടായിരുന്നു. വിശ്വനാഥന്റെ അമ്മ രണ്ടുപേരെയും വളരെ ശ്രദ്ധയോടെ നോക്കി.
തന്നെ ഒരാളും ഇതുവരെ ഇങ്ങനെ നോക്കിയിട്ടില്ലല്ലോ എന്നൊരു കൊതി മാഡിക്കുണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ ആ കുട്ടിയിലൂടെ തന്നെ ഇത്ര നന്നായി നോക്കുന്നതിൽ അവൾ സന്തോഷിച്ചു. വിശ്വയും ദിവസവും രാത്രി ആശുപത്രിയിൽ തന്നെ കിടക്കുമായിരുന്നു. കാരണം കുട്ടിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കുട്ടിക്കായി അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ കാര്യം കണ്ട് മാഡിക്ക് വലിയ വിഷമം തോന്നി. ഇവൻ എത്ര നല്ലവനാണ്, ഈ കുട്ടിക്കായി രാത്രി മുഴുവൻ ഇവിടെ നിൽക്കുകയാണല്ലോ എന്ന് മാഡി ചിന്തിക്കുന്നു. അപ്പോഴാണ് മാഡി ഒരു കാര്യം പറയുന്നത്. വിശ്വനാഥൻ, ഞാൻ പണത്തിനായിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ഇവിടെ വന്നതിനു ശേഷം എനിക്ക് ആ പണത്തോടുള്ള ആഗ്രഹം പോയി. ഇവിടെ വന്നപ്പോൾ ഈ കുട്ടിയെയും നിങ്ങളുടെ അമ്മയെയും നിങ്ങളെയും കണ്ടപ്പോൾ എനിക്ക് സ്വന്തം ആൾക്കാരെ കിട്ടിയതുപോലെ തോന്നി. സർജറിക്ക് ഞാൻ ആദ്യം പണത്തിനായി സമ്മതിച്ചതാണെങ്കിലും പിന്നീട് ഒരു അമ്മ എന്ന നിലയിൽ ഈ കുട്ടിയെ സുരക്ഷിതമായി നോക്കണം എന്ന ചിന്തയോടെയാണ് സർജറിക്ക് സമ്മതിച്ചത്. അതിനെ വിശ്വനാഥൻ മറുപടി പറയുന്നു. നീ ഒന്നിനും വിഷമിക്കേണ്ട. നീ എന്റെ കൂടെ ഉള്ളിടത്തോളം നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ നിന്നെ സുരക്ഷിതമായി നോക്കിക്കോളാം എന്ന് വാക്ക് നൽകുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ മാഡിക്ക് വലിയ സന്തോഷമായി. തന്റെ ജീവിതത്തിൽ എനിക്കായി ആരെങ്കിലും ഉണ്ടാകില്ലേ എന്ന് ഞാൻ എത്ര നാൾ കൊതിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ എനിക്ക് കിട്ടിയല്ലോ എന്ന് അവൾ സന്തോഷിക്കുന്നു. എന്നാൽ ഇത്രയും നല്ലൊരു വ്യക്തി എന്തിനാണ് വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിനെ ഉണ്ടാക്കിയത് എന്ന ചോദ്യം മാഡിയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. വിശ്വയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൻ കല്യാണത്തിന് സമ്മതിക്കാത്തത്, എന്താണ് അവന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എന്റെ മകൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കഷ്ടപ്പാട് അവന്റെ അച്ഛൻ കാരണമായിരുന്നു. വിശ്വ ചെറുപ്പമായിരിക്കുമ്പോൾ അവന്റെ അച്ഛൻ ഒരു നടിയെ രണ്ടാമത് കല്യാണം കഴിച്ചു. ആ കാര്യം കേട്ടപ്പോൾ അവന് താങ്ങാൻ പറ്റിയില്ല. അച്ഛന്റെ അടുത്ത് പോയി എന്തിനാണ് അച്ഛാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അമ്മയോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു പോയി എന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്താണ് അച്ഛാ, ഒരു സാധനം കേടുവന്നാൽ അത് നന്നാക്കി സൂക്ഷിക്കണം എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഇപ്പോൾ അമ്മയോട് സ്നേഹമില്ല എന്ന് പറയുന്നു. ആ സ്നേഹം നിങ്ങൾക്ക് തിരികെ കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ മോനെ, അത് സാധനം, ഇത് പ്രണയം. നാളെ നീ വലിയവനായി കല്യാണം കഴിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാകൂ. നിന്റെ ഭാര്യയോടുള്ള പ്രണയം പോയി വേറൊരു പെൺകുട്ടിയോട് പ്രണയം വരാൻ സാധ്യതയുണ്ട് എന്ന് അച്ഛൻ പറയുന്നു. ഉടൻ തന്നെ വിശ്വനാഥൻ, അച്ഛാ, നിങ്ങൾ വേണമെങ്കിൽ ആ തെറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു. അന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കാനായി 40 വയസ്സായിട്ടും അവൻ കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണ്. ഞാനാണ് എനിക്കൊരു പേരക്കുട്ടി വേണം, അവകാശം വേണം എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചത്. അതിനായിട്ടാണ് വാടക ഗർഭധാരണത്തിലൂടെ ഇങ്ങനെ ഒരു കുട്ടിയെ അവൻ കൊണ്ടുവന്നത്. ഇതാണ് അവന്റെ കഥ എന്ന് അമ്മ മാഡിയോടെല്ലാം തുറന്നു പറയുന്നു. ആ നിമിഷം മുതൽ മാഡിക്ക് വിഷയോട് വലിയ സഹതാപം തോന്നി. ഇത്രയും നല്ലൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സങ്കട കഥ ഉണ്ടായിരുന്നോ എന്നോർത്ത് അവൾ വിഷമിക്കുന്നു. വിഷയുടെ കഥ കേട്ടതോടെ മാഡിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൂടി. ആ സമയത്താണ് ഇരുവരും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. മാഡി ഭക്ഷണത്തിനായി കാത്തു നിൽക്കുമ്പോൾ ഹോട്ടൽ ഉടമ അവളെ തള്ളി മാറ്റുന്നു. ഉടൻ തന്നെ മാഡി ദേഷ്യപ്പെട്ട് നടുവിരൽ കാണിക്കുന്നു. അത് കണ്ട ഹോട്ടൽ ഉടമ മാഡിയുടെ കഴുത്തിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയും മോശമായി സ്പർശിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിഞ്ഞ വിശ്വനാഥൻ, ആരാടാ എന്റെ മാഡിയുടെ മേൽ കൈവച്ചത് എന്ന് ചോദിച്ചു ഹോട്ടൽ ഉടമയെ ക്രൂരമായി തല്ലുന്നു. ഈ ഹോട്ടൽ നിന്റേതാണെന്ന ധൈര്യത്തിലല്ലേ നീ എന്റെ മാഡിയെ പുറത്തേക്ക് തള്ളിയത്? ഇപ്പോൾ തന്നെ ഈ ഹോട്ടൽ ഞാൻ വിലക്ക് വാങ്ങിച്ചു കാണിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഹോട്ടൽ വാങ്ങിക്കുന്നു. എന്റെ മേൽ ആരോ കൈവച്ചു എന്നറിഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വന്നല്ലോ, അവനോട് വഴക്കിടാൻ വരെ പോയല്ലോ. എങ്കിലും അവിടെ എന്റെ ഭാഗത്തും ചെറിയൊരു തെറ്റുണ്ടായിരുന്നു എന്ന് മാഡി പറയുന്നു. തെറ്റ് പൂർണ്ണമായും നിന്റെ ഭാഗത്താണെങ്കിലും ഞാൻ നിന്നെ മാത്രമേ പിന്തുണയ്ക്കൂ എന്ന് വിശ്വനാഥൻ പറയുന്നു. ആ നിമിഷം മുതൽ മാഡി ഉറപ്പിക്കുന്നു, ഇവൻ തന്നെയാണ് എന്റെ ഭാവി, ഇവനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത് എന്ന് അവൾ തീരുമാനിച്ചു. പണത്തിനായി വന്ന മാഡിക്ക് ഒരു കുട്ടിയുടെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഭർത്താവിന്റെ സ്നേഹവും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ലഭിച്ചു. ഇനി ഈ കുടുംബത്തെ വിട്ടു പോകില്ല എന്ന് അവൾ തീരുമാനിക്കുന്നു. എന്നാൽ വിശ്വനാഥൻ ഇടയ്ക്കിടെ പറയുന്ന ഒരേയൊരു കാര്യം, മാഡി, ഈ കുട്ടിയോടും എന്നോടും കൂടുതൽ അടുപ്പമുണ്ടാക്കരുത്. നീ പിരിഞ്ഞു പോകുമ്പോൾ നീയും വിഷമിക്കും, കുട്ടിയും വിഷമിക്കും. ഇപ്പോൾ സർജറി നന്നായി പൂർത്തിയായി. മാഡിക്ക് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകേണ്ട സാഹചര്യം വന്നു. കാരണം സർജറിക്കായി വന്നതുകൊണ്ട് തിരികെ പോകേണ്ട നിർബന്ധത്തിലായിരുന്നു അവൾ. എന്നാൽ ആ വീട് വിട്ടുപോകാൻ അവൾക്ക് തീരെ മനസ്സിലായിരുന്നു. ആയുഷ്കാലം മുഴുവൻ ഇവിടെ തന്നെ കഴിയണം എന്ന് അവൾ ആഗ്രഹിച്ചു. ആ സമയത്ത് വിശ്വനാഥന്റെ അമ്മയെ വിളിച്ചിരുന്നു. ഞാൻ എത്ര നാളായി നിങ്ങളെ പേര് വിളിക്കുന്നു, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിക്കാം എന്ന് മാഡി പറയുന്നു. ഇത് കേട്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമായി. നീ എന്നെ അമ്മ എന്ന് വിളിച്ചുവെങ്കിൽ നിനക്ക് വിഷയോട് പ്രണയമാണോ എന്ന് മനസ്സിലാക്കിയ അമ്മ, ഈ ഒരു ദിവസത്തിനായിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഒടുവിൽ വിശ്വയ്ക്കും ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുന്നു. ഉടൻ തന്നെ അമ്മ വിശ്വയുടെ അടുത്ത് പോയി, വിശ്വ, മാഡിയെ അയക്കേണ്ടതില്ല, അവൾ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്നു. അവളെ നമ്മുടെ കൂടെ തന്നെ നിർത്താം എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അമ്മേ, അവളുടെ വയസ്സെത്ര, എന്റെ വയസ്സെത്ര? എനിക്ക് 40 വയസ്സ്, അവൾക്ക് 22 വയസ്സ്. ഇത്രയും പ്രായവ്യത്യാസത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ജീവിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ അവളെ എയർപോർട്ടിൽ വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വിശ്വനാഥൻ മാഡിയെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുന്നു. അത്രയേ ഉള്ളൂ, ഇനി എല്ലാം കഴിഞ്ഞു. ഇനി വിചാരിച്ചാലും മാഡിക്ക് കുട്ടിയെ കാണാനോ
ആ കുടുംബവുമായി ഒന്നിക്കാനോ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ അടുത്ത ദിവസം രാവിലെ പത്രങ്ങളിലും വാർത്തകളിലും വലിയൊരു സംഭവം ചർച്ചയാകുന്നു. എന്തെന്നാൽ മാഡി വിശ്വനാഥന്റെ വീടിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. വിശ്വനാഥന്റെ കുട്ടിക്ക് ഞാൻ വാടക ഗർഭധാരണം നൽകിയ അമ്മയാണ്. ഇപ്പോൾ ആ കുട്ടിയെ കാണണം എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ വിശ്വക്കെതിരെ കേസ് കൊടുത്ത് ആ കുട്ടിയെ എന്റെ കൂടെ നിർത്തും എന്ന് അവൾ പിടിവാശി കാണിക്കുന്നു. അവൾക്ക് ദേഷ്യമൊന്നുമല്ലായിരുന്നു. എങ്ങനെയെങ്കിലും വിശ്വനാഥനുമായി ഒന്നിക്കണം എന്ന ആഗ്രഹമായിരുന്നു. അതിനായി എന്ത് ചെയ്യാനും അവൾ തയ്യാറായിരുന്നു. ഉടൻ തന്നെ ഇവരുടെ തർക്കം കോടതിയിലെത്തുന്നു. കോടതിക്ക് എന്താണ് വിധി പറയേണ്ടതെന്ന് മനസ്സിലായില്ല. ഒരു വശത്ത് വിശ്വനാഥൻ വാടക ഗർഭധാരണം നൽകിയ അമ്മയാണെങ്കിലും കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് വാദിക്കുന്നു. എന്നാൽ മാഡി, നിങ്ങൾ കരാറിൽ ഒപ്പിട്ടത് അമേരിക്കയിലാണ്, ഇത് ഇന്ത്യയാണ്, ഇവിടെ അതൊന്നും സാധുവാകില്ല എന്ന് വാദിക്കുന്നു. അപ്പോഴാണ് മാഡി ഒരു കാര്യം പറയുന്നത്. ശരി സാർ, ആ കുട്ടി അദ്ദേഹത്തിൻ്റെത് തന്നെയായിരിക്കട്ടെ. പക്ഷേ ഈ പ്രായത്തിൽ കുട്ടിക്ക് ആവശ്യം അമ്മയെയാണ്. ഒരു അമ്മയെ പോലെ നോക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും? അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. രാവിലെ പോയാൽ രാത്രിയാണ് വീട്ടിൽ വരുന്നത്. ഈ അവസ്ഥയിൽ അദ്ദേഹം എങ്ങനെ കുട്ടിയെ നോക്കും എന്ന് ചോദിക്കുന്നു. അതിന് വേലക്കാരുണ്ട്, എൻ്റെ അമ്മയുണ്ട് എന്ന് വിശ്വനാഥൻ പറഞ്ഞെങ്കിലും വേലക്കാർക്കോ അമ്മയ്ക്കോ കുട്ടിയെ കൃത്യമായി നോക്കാൻ കഴിയുമോ? കുട്ടിയുടെ അമ്മയ്ക്ക് മാത്രമേ അത് കഴിയൂ എന്ന് മാഡി പറയുന്നു. അപ്പോൾ ജഡ്ജ് ഒരു വിധി പറയുന്നു. ശരി, വിശ്വനാഥൻ കുട്ടിയെ നന്നായി നോക്കുമെന്ന കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു 6 മാസത്തേക്ക് ആ കുട്ടിയെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുക. ആ കുട്ടിയെ നിങ്ങൾ സുരക്ഷിതമായി വളർത്തുകയാണെങ്കിൽ കുട്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് സുരക്ഷിതം എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. എന്നാൽ ഈ 6 മാസത്തിനിടയിൽ ഞങ്ങൾ ഒരു ടീമിനെ അയക്കും. ആ ടീം കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് നിരീക്ഷിച്ച് എനിക്ക് റിപ്പോർട്ട് ചെയ്യും. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം കുട്ടി നിങ്ങളുടെ കൂടെ നിൽക്കും, നെഗറ്റീവ് ആണെങ്കിൽ കുട്ടി അമ്മയുടെ അടുത്തേക്ക് പോകും എന്ന് ജഡ്ജി വിധിന്യായം വ്യക്തമാക്കുന്നു. ഇപ്പോൾ വിശ്വനാഥന് വേറെ വഴിയില്ല. ജോലിക്ക് പോകാതെ ഇനി ഈ കുട്ടിയെ ഞാൻ തന്നെ നോക്കും എന്ന് പറഞ്ഞ് ദിവസവും കുട്ടിയുടെ ഡയപ്പർ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും അദ്ദേഹം തന്നെ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം വലിയൊരു പണക്കാരനായതുകൊണ്ട് ചെറുപ്പം മുതലേ വൃത്തിയും ശുചിത്വവും ശീലിച്ചതുകൊണ്ടും കുട്ടിയുടെ ഡയപ്പർ മാറ്റുമ്പോൾ പോലും മാസ്കും ഗ്ലൗസും ഇട്ട് വളരെ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. കോടതിയിൽ നിന്ന് വന്ന ടീം ഇത് കണ്ട്, എന്താണ് സാർ ഇത്, ഒരു കുട്ടിയുടെ ഡയപ്പർ മാറ്റുമ്പോൾ സർജറി ചെയ്യുന്നത് പോലെ ഇത്രയും ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുകയാണോ? ഇതാണോ നിങ്ങൾ കുട്ടിയെ നോക്കുന്ന രീതി എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇല്ല സർ, ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്, ഇവിടെ നോക്കൂ സർ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ പല വിദ്യകളും കാണിച്ചെങ്കിലും ആ ടീമിന് അദ്ദേഹത്തിൽ തീരെ വിശ്വാസം വന്നില്ല. കൂടാതെ ജഡ്ജ് മറ്റൊരു പ്രധാന കാര്യവും പറഞ്ഞിരുന്നു. ഈ 6 മാസ കാലയളവിൽ കുട്ടിയെ വളർത്തുമ്പോൾ കുട്ടിയുടെ അമ്മയും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഇടവേളയിൽ കുട്ടിയെ സുരക്ഷിതമായി നോക്കി നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു മാഡി. കോടതി വിധിയിലൂടെ ആ വീട്ടിൽ കയറാൻ പറ്റി. ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകില്ല എന്ന ഉറപ്പിൽ മാഡിയും വിശ്വയുടെ അമ്മയും ചേർന്ന് എങ്ങനെയെങ്കിലും വിശ്വയെ കൊണ്ട് അവളെ സ്നേഹിപ്പിക്കണം എന്ന പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. ദിവസവും മാഡിയും അമ്മയും ചേർന്ന് വിശ്വനാഥനോട് എടാ ഇവളെ കല്യാണം കഴിക്ക് എന്ന് പറഞ്ഞ് പ്രണയ ടോർച്ചർ ചെയ്യുകയാണ്. ഇതിനിടയിൽ വിശ്വനാഥന്റെ അച്ഛന്റെ 2ാം ഭാര്യയെ അടിക്കടി വിശ്വയുടെ അമ്മ പോയി കാണാറുണ്ട്. 2ാം ഭാര്യയാണെങ്കിലും അമ്മ അവരെ സ്വീകരിച്ചിരുന്നു. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന വെറുപ്പും ദേഷ്യവും ഇപ്പോൾ അവരുടെ മേലില്ല. എന്തൊക്കെയായാലും ഭർത്താവിന്റെ 2ാം ഭാര്യയല്ലേ, അവരും നമ്മുടെ കുടുംബത്തിൽ ഒരാളല്ലേ എന്ന് വിശ്വയുടെ അമ്മ കരുതിയിരുന്നു. എന്നാൽ വിശ്വനാഥന് അവരെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ചെറുപ്പത്തിൽ അച്ഛൻ 2ാം കല്യാണം കഴിച്ചാൽ ഏത് മകനാണ് ഇഷ്ടപ്പെടുക? വിശ്വനാഥനും അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പോൾ 2ാം ഭാര്യ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാനായി വിശ്വനാഥനെയും അമ്മയെയും കാണാൻ വരുന്നു. വിശ്വനാഥന്റെ അമ്മ, നിങ്ങൾ ഒന്നിനും വിഷമിക്കേണ്ട, ഇത് നമ്മുടെ വീട്ടിലെ കല്യാണമാണ്, കല്യാണ ചെലവുകളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് വാക്ക് നൽകുന്നു. കൂടാതെ വിശ്വയോട് പോയി എന്റെ സ്വർണത്തിൽ പകുതി ആ പെൺകുട്ടിക്ക് കൊടുക്കാം എന്ന് കരുതുന്നു. അവളും നിന്റെ അച്ഛന്റെ ചോരയല്ലേ, കൂടാതെ നിന്റെ അനിയത്തിയുമല്ലേ, പഴയതെല്ലാം മറന്ന് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് അമ്മ പറയുന്നു. അമ്മയ്ക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തോളൂ എന്ന് വിശ്വയും പറയുന്നു. ആ സമയത്ത് കോടതി നിയോഗിച്ച ടീം വിശ്വനാഥൻ കുട്ടിയെ നന്നായി നോക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വരുന്നു. ഉടൻ തന്നെ വിശ്വനാഥൻ കുട്ടിയെ നന്നായി നോക്കുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നാൽ ഇതിനു മുൻപ് മാഡിയാണ് കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇരുവരും വഴക്കടിച്ചതുകൊണ്ട് അമ്മ ഇവിടെ നോക്കൂ, ഞാനല്ലേ കുട്ടിയെ നന്നായി നോക്കുന്നത് എന്ന് പറഞ്ഞ് വിശ്വയുടെ അമ്മയെ ഓരോ നിമിഷവും അമ്മ എന്ന് വിളിക്കുന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ആഹാ, ഈ പെൺകുട്ടി എന്നെ അമ്മ എന്ന് വിളിച്ചുവെങ്കിൽ ഇവൾ തന്നെയല്ലേ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്നു. എൻ്റെ അവസാന കാലത്ത് മകനെ ആര് നോക്കും എന്ന ചോദ്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇനി ആ ചോദ്യം വരില്ല മോളെ, നീ എൻ്റെ മകനെ നന്നായി നോക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് അമ്മ സന്തോഷിക്കുന്നു. എന്നാൽ അന്ന് രാത്രി ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം നടക്കുന്നു. അതുകൊണ്ട് കുടുംബം മുഴുവൻ വലിയ വിഷമത്തിലാകുന്നു. പെട്ടെന്ന് മാഡി വിശ്വനാഥനെ വിളിച്ച് അമ്മയുടെ മുറിയിൽ പോയപ്പോൾ അമ്മ അനക്കമില്ലാതെ കിടക്കുന്നു. അമ്മ സന്തോഷത്തോടെ മരിച്ചിരുന്നു. ഇനി എൻ്റെ മകനെ ആര് നോക്കും എന്ന വിഷമം ഇത്രയും നാൾ അമ്മക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും നല്ലൊരു പെൺകുട്ടി വന്നുവെന്ന് അറിഞ്ഞപ്പോൾ അമ്മ സന്തോഷത്തോടെ ജീവൻ വെടിഞ്ഞു. ഈ ഒരു കാര്യം വിശ്വയ്ക്ക് താങ്ങാൻ പറ്റിയില്ല.
കാരണം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മ പെട്ടെന്ന് ഇല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ഉടൻ അച്ഛൻ്റെ രണ്ടാം ഭാര്യ കാണാൻ വരുന്നു. മകളുടെ കല്യാണം ഞാൻ നീട്ടിവെച്ചു, ചേച്ചി മരിച്ചല്ലോ, ചേച്ചിയാണ് ഈ കല്യാണം നടത്തിത്തരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ചേച്ചിയില്ല, അതുകൊണ്ടാണ് നീട്ടിവെച്ചത് എന്നവർ പറയുന്നു. ഉടൻ തന്നെ വിശ്വനാഥൻ, അമ്മ അടിക്കടി ഈ കല്യാണത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. ഒരു ചീത്ത കാര്യം നടന്ന വീട്ടിലാണ് നല്ല കാര്യം നടക്കേണ്ടത്. കല്യാണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് വാക്ക് നൽകുന്നു. ചിറ്റയും മകളുടെ കല്യാണത്തിനായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ കല്യാണം നമ്മൾ മുന്നിൽ നിന്ന് നടത്തണം എന്ന് വിശ്വയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ വാക്ക് പാലിക്കാനും എല്ലാവരും ഒരു കുടുംബമായി ജീവിക്കാനും വേണ്ടി വിശ്വനാഥൻ മുന്നിൽ നിന്ന് കല്യാണം നടത്തുന്നു. ആ സമയത്ത് ചെറുക്കന്റെ വീട്ടുകാർ എല്ലാവരും വരുന്നു. ചെറുക്കന്റെ ഇളയച്ചൻ പെട്ടെന്ന് വിശ്വനാഥനെ കണ്ട്, ഹായ് വിശ്വനാഥൻ, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുടെ മകളാണിവൾ എന്ന് വിശ്വനാഥൻ പറയുന്നു. ഇത് കേട്ട ഉടൻ ചെറുക്കൻ്റെ ഇളയച്ചൻ വലിയ ദേഷ്യം വരുന്നു. എന്താണ്, നിങ്ങളുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാം ഭാര്യയുടെ മകളാണ് ഇവൾ എന്ന് ചോദിച്ച് ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ലാതെയാകുന്നു. കാരണം ചെറുക്കൻ്റെ ഇളയച്ചനാണ് ആ വീട്ടിലെ പ്രധാന ആൾ. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കും. ഇത് പറഞ്ഞതോടെ കല്യാണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കല്യാണം നിൽക്കുന്ന അവസ്ഥയാവുകയും ചെയ്യുന്നു. കല്യാണ പെൺകുട്ടി വലിയ വിഷമത്തിലാകുന്നു. സ്വന്തം അനിയത്തിയല്ലേ എന്ന് കരുതി വിശ്വനാഥൻ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് വലിയ ദേഷ്യം വരുന്നു. നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ അമ്മയോടും എന്നോടും വലിയ ദേഷ്യത്തിലായിരുന്നു. ഞാൻ രണ്ടാം ഭാര്യയുടെ മകളാണെങ്കിലും അച്ഛൻ നിങ്ങളുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. എത്ര നാൾ അത് ഓർത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങളുടെ ദേഷ്യം കാരണമാണ് ഞാൻ ചെറുപ്പം മുതലേ ഒറ്റപ്പെടലിൽ ജീവിച്ചത്. കൂടാതെ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും പോലും അമ്മ രണ്ടാം കല്യാണം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല. ഞങ്ങൾ ജീവിതകാലം മുഴുവൻ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കല്യാണ പെൺകുട്ടി പറയുന്നു. അപ്പോഴാണ് ആ കുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിശ്വനാഥൻ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രശ്നം നാട്ടുകാരെല്ലാം ഇവരെ രണ്ടാം കല്യാണം കഴിച്ച പെൺകുട്ടിയല്ലേ എന്ന് മോശമായി സംസാരിക്കുന്നു എന്നതാണ്. കൂടാതെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവരെ വന്ന് കാണാറുമില്ല. ഇതെല്ലാം ശരിയാക്കാനായി നാട് മുഴുവൻ അറിയട്ടെ, ഈ കല്യാണം നടത്തുന്നത് ഈ പെൺകുട്ടിയുടെ ജ്യേഷ്ഠനാണ് എന്ന് വിശ്വനാഥൻ പ്രഖ്യാപിക്കുന്നു. ഉടൻ തന്നെ പെൺകുട്ടിയുടെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും വീട്ടിൽ പോയി, നിങ്ങളുടെ മകൾ രണ്ടാം കല്യാണം കഴിച്ചതാണെങ്കിലും അവളും നിങ്ങളുടെ മകളാണ്. നിങ്ങൾക്കായി അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാം മറന്ന് പേരമകളുടെ കല്യാണത്തിന് വന്ന് നിൽക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇനി ചെറുക്കന്റെ ഇളയച്ചനെ സമ്മതിപ്പിക്കണം. ഇളയച്ചന്റെ അടുത്ത് പോയി, ചിറ്റപ്പ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? രണ്ടാം ഭാര്യയ്ക്ക് ജനിച്ച പെൺകുട്ടി എന്ന് കരുതി തെറ്റായി വിചാരിക്കരുത്. അവൾ രണ്ടാം ഭാര്യയ്ക്ക് ജനിച്ചതാണെങ്കിലും നിയമാനുസൃതമായി തന്നെയാണ് ജനിച്ചത്. കൂടാതെ അവൾ എൻ്റെ അനിയത്തിയാണ്. അവൾക്കൊരു നാണക്കേടുണ്ടായാൽ അതെനിക്കും നാണക്കേടാണ്. ദയവായി ഈ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ ഇളയച്ചനെയും സമ്മതിപ്പിക്കുന്നു. ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കല്യാണം ഭംഗിയായി നടക്കുന്നു. ഇതിനുശേഷം വിശ്വനാഥൻ ഒരു കാര്യം ചിന്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി, ഒരുപാട് തെറ്റുകൾ ചെയ്തു. എന്നാൽ അമ്മ എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു. രണ്ടാം ഭാര്യയാണെങ്കിലും അവരും നമുക്കൊരു കുടുംബമാണ് എന്ന കാര്യം തുടക്കം മുതലേ പറഞ്ഞിരുന്നു. ഞാനാണ് അത് മനസ്സിലാക്കാതെ പോയത് എന്നോർത്ത് അദ്ദേഹം വിഷമിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങിയത് മാഡി ഈ വീട്ടിൽ വന്ന ശേഷമാണ്. കാരണം തുടക്കത്തിൽ അമ്മയോടൊപ്പം സമയം ചിലവഴിക്കാതെ ബിസിനസ്സിനായി പുറത്തു പോകുമായിരുന്നു. എന്നാൽ മാഡി വന്നതിന് ശേഷമാണ് അമ്മയോടും മാഡിയോടും കുഞ്ഞിനോടും ഒപ്പം സമയം ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇപ്പോൾ കല്യാണം നന്നായി കഴിഞ്ഞു. എന്നാൽ മാഡിയുടെ ഒരേ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും വിശ്വനാഥനെ കല്യാണം കഴിക്കണം എന്നത് മാത്രമാണ്. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹം പറഞ്ഞത്, നിനക്കും എനിക്കും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ട്. കൂടാതെ നീ ഇപ്പോൾ പഠിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാലും ഒരു ഘട്ടത്തിന് ശേഷം എനിക്ക് നിന്നെ നോക്കാൻ കഴിയില്ല. കാരണം എനിക്ക് 60 വയസ്സാകുമ്പോൾ നിനക്ക് 40 വയസ്സാകും. ആ പ്രായത്തിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണണം എന്ന് നീ ആഗ്രഹിക്കും. എന്നാൽ എൻ്റെ ശരീരത്തിന് തളർച്ചയുണ്ടാകും. അപ്പോൾ ആവശ്യമില്ലാതെ വലിയ മനോവിഷമങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തുടക്കത്തിലെ നമ്മുടെ പ്രണയം നമ്മൾ ത്യജിച്ചാൽ ഇനിയൊരു പ്രശ്നവും വരില്ല എന്ന് വിശ്വനാഥൻ തീരുമാനിക്കുന്നു. കൂടാതെ നീ ആദ്യം പഠിക്കണം. നീ പഠിച്ചാൽ മാത്രമേ നാളെ ആരുമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ മാഡി ഒരേ ഒരു കാര്യം ചോദിക്കുന്നു. ഞാൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കല്യാണത്തിന് നീ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതറിയില്ല, അപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ആദ്യം നീ പഠിക്ക്, അതിനുശേഷം ബാക്കിയെല്ലാം സംസാരിക്കാം എന്ന് പറഞ്ഞ് മാഡിയെ വീണ്ടും അമേരിക്കയിലേക്ക് അയച്ച് പഠിപ്പിക്കുന്നു. മാഡി അമേരിക്കയിൽ പോയാലും മുഴുവൻ ചെലവുകളും വിശ്വനാഥൻ തന്നെയാണ് നോക്കുന്നത്. കാരണം തുടക്കത്തിൽ നിന്റെ ജീവിതം മുഴുവൻ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനായി മാഡിയെ ശ്രദ്ധയോടെ നോക്കുന്നു. വർഷങ്ങൾ പലതും കടന്നുപോയി. മാഡി പഠിപ്പൊക്കെ പൂർത്തിയാക്കി. ആ ചെറിയ കുട്ടി ഇപ്പോൾ ഒരു 5 വയസ്സുകാരനായി മാറി. പഠനമെല്ലാം കഴിഞ്ഞ ഉടൻ മാഡി വിശ്വനാഥനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇനിയെങ്കിലും നമുക്ക് കല്യാണം കഴിക്കാമോ എന്ന്. അതിന് വിശ്വനാഥൻ പറയുന്നു, അതൊക്കെ വിട്. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റൽ തുറക്കാൻ പോവുകയാണ്. ആ ഹോസ്പിറ്റൽ നീയാണ് മുന്നിൽ നിന്ന് നടത്തേണ്ടത്.
അപ്പോഴാണ് ആ കുട്ടി ഒരു കാര്യം പറയുന്നത്. അതെ, ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലായില്ലേ, ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറയുന്നുവെങ്കിൽ അച്ഛൻ നിങ്ങളെ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കുട്ടി പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒടുവിൽ വിശ്വനാഥൻ മാഡിയുടെ പ്രണയത്തിന് സമ്മതം മൂളി എന്നാണ്. ഇതിനുശേഷം ഇവർ എല്ലാവരും ഒന്നായി ഒരു കുടുംബമായി ജീവിക്കാൻ പോകുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിലും ഇവരുടെ മനസ്സുകൾക്ക് വയസ്സില്ല. കാരണം രണ്ടുപേരുടെയും മനസ്സ് അത്രത്തോളം യോജിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരും ആ പ്രണയം വെളിപ്പെടുത്തി ഒന്നാകുന്നത്. ഇതോടെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കാണുന്നവരെല്ലാം കമന്റ് ബോക്സിൽ ഗുഡ് റിവ്യൂ എന്നൊരു കമന്റ് ചെയ്യണേ. എത്ര പേർ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.